മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യ പഥിൽ നടത്താൻ തീരുമാനം. ജൂൺ 9-നോ 10-നോ ആയിരിക്കും സത്യപ്രതിജ്ഞ. 8000-ലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വിവരണവുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ജനവിധി തേടുന്ന ഒരവസ്ഥയാണ്. ഇന്ന് അദ്ദേഹം കന്യാകുമാരിയിലെത്തും. അവിടെ വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ധ്യാനമിരിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ സത്യപ്രതിജ്ഞയെപ്പറ്റി BJP ചിന്തിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല. ഇന്നിപ്പോൾ അവസാന ഫേസിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്നു. 1-ാം തീയതി 57 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതാൻ പോകുകയാണ്. പക്ഷേ 5-ാം ഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. ഇതിനകം BJP 272 എന്ന നമ്പർ കടന്നിരിക്കുന്നു. കാരണം ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നമ്പർ എന്നത് 543 അംഗ സഭയിൽ 272 ആ 272 5-ാമത്തെ ഫേസിൽ തന്നെ കടന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി BJP മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ പറയുമ്പോൾ 5-ാമത്തെ ഫേസിൽ തന്നെ ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള നമ്പറുകൾ തങ്ങൾക്ക് എത്തി എന്നാണ് BJPയുടെ ആഭ്യന്തര സർവേ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പാർട്ടി ഘടകം ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കർത്തവ്യ പത്തിന്റെ ചരിത്രമുറങ്ങുന്ന കർത്തവ്യ പത്തിന്റെ മണ്ണിലാണ് ഇത്തവണ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2014-ലും 2019-ലും നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റത് രാഷ്ട്രപതി ഭവന് മുന്നിലുള്ള വലിയ മുറ്റത്തായിരുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകളെയും ഒപ്പം സാർക്ക് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളെയും അവിടുത്തെ ഭരണാധികാരികളെയും ഒക്കെ സാക്ഷി നിർത്തിയാണ് 2014-ലും പിന്നീട് 2019-ലും മോദി സർക്കാർ അധികാരമേറ്റതെങ്കിൽ ഇത്തവണ പഴയ ജൻപത്ത് ഇപ്പോഴത്തെ കർത്തവ്യ പത്തായി മാറിയിട്ടുള്ള സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി ആദ്യം പൂർത്തീകരിച്ച കർത്തവ്യ പത്തിലാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂൺ മാസം 9-നോ 10-നോ ആകും ഒരുപക്ഷെ സത്യപ്രതിജ്ഞ നടക്കുക. കാരണം ജൂൺ 4-ന് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ പിന്നീട് പുതിയ മന്ത്രിമാരെ നിശ്ചയിക്കുവാനും ഒപ്പം രാഷ്ട്രപതിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള അനുവാദം വാങ്ങാനും ഒക്കെയുള്ള സമയം വേണം. അതിനാൽ ആ ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 9-നോ 10-നോ കർത്തവ്യ പത്തിന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നു. ഇത് സംബന്ധിച്ചുള്ള ധാരണ ഏതാണ്ട് BJP നേതാക്കൾക്കിടയിൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്നു. 57 മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ പരസ്യപ്രചരണം അവസാനിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം തവണയും വാരണാസിയിൽ നിന്ന് മത്സരിക്കുന്നു. മോദിയുടെ തട്ടകമായ വാരണാസി, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ അടങ്ങുന്ന ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ ബെൽറ്റിലാണ് ഈ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിൽ ആകെയുള്ള 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്നിപ്പോൾ പരസ്യപ്രചരണം അവസാനിക്കും. പഞ്ചാബിൽ 2019-ൽ കോൺഗ്രസിനാകെ കേരളം കഴിഞ്ഞാൽ പിന്നീട് ഒരു ആശ്വാസം നൽകിയ സംസ്ഥാനമാണ്. 13-ൽ 8 സീറ്റുകളിൽ അന്ന് കോൺഗ്രസ് പഞ്ചാബിൽ വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ കടുത്ത മത്സരം കോൺഗ്രസിന് നൽകുന്നു. ആം ആദ്മി പാർട്ടിയുണ്ട്. ഒപ്പം BJP അവിടെ സഖ്യമില്ലാതെ തന്നെ ശിരോമണി അകാലിദളുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BJPയും അവിടെ കോൺഗ്രസിന് ഭീഷണിയായി ഉയരുന്നുണ്ട്. അതിനാൽ ശക്തമായ ചതുഷ്കോണ മത്സരം പല മണ്ഡലങ്ങളിലും പഞ്ചാബിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹിമാചൽ പ്രദേശിലെ ആകെയുള്ള 4 ലോക്സഭാ സീറ്റിലും ഈ അവസാന ഫേസിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാണ്ഡി, നമുക്കറിയാം ചലച്ചിത്ര താരം കങ്കണ റണൌത്തിന്റെ സാന്നിധ്യം കൊണ്ടൊക്കെ ശ്രദ്ധേയമാണ് മാണ്ഡി. അങ്ങനെ ഹിമാചൽ പ്രദേശ് 2014-ലും 2019-ലും ആകെയുള്ള 4 സീറ്റുകളും BJPക്ക് സംഭാവന ചെയ്ത സംസ്ഥാനമാണ്. ഇത്തവണയും ആ 4 സീറ്റുകളും നിലനിർത്താനാണ് BJP ഹിമാചൽ പ്രദേശിൽ ശ്രമിക്കുന്നത്. ഈ സ്റ്റേറ്റുകൾ കൂടാതെ ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ്. ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ്, അങ്ങനെ 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലും അടക്കം 8 സ്ഥലങ്ങളിലാണ് 1-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ദേവിക. ഗൗതം, ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ജനങ്ങൾ മറ്റാർക്കും ഭാരതത്തെ കൈമാറാൻ ആഗ്രഹിക്കുന്നതല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ശക്തനായ ഒരാൾ തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ തമ്മിലടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ശക്തനായ ഒരു നേതാവ് അതിൽ നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യതയില്ല. BJP അല്ലാതെ മറ്റാരെങ്കിലും ഭാരതത്തിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ശരിയായ ദിശയിലേക്ക് പോകില്ല എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു എന്നതിൻ്റെ സൂചനയായി തന്നെയല്ലേ BJP ഇത്രത്തോളം ആത്മവിശ്വാസത്തിൽ കൃത്യമായ ദിവസവും സ്ഥലവും തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി തീരുമാനിക്കുന്നത്?
ദേവിക, ഈ തെരഞ്ഞെടുപ്പിലെങ്ങും നമുക്ക് ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണവിരുദ്ധ വികാരം എങ്ങുമില്ല. പ്രധാനമന്ത്രി മോശമാണെന്നോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നോ സാധാരണക്കാരൻ എങ്ങും പറയുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അതിനാൽ ഈ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സർവേകളിലെല്ലാം ഇക്കാര്യം പ്രതിഫലിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം പുറത്തു വരുന്ന എക്സിറ്റ് പോളിൽ തന്നെ കാണാൻ സാധിക്കും. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്ത് ഇല്ല. പ്രധാനമന്ത്രിയെ മാറ്റണം, മറ്റൊരാളെ പരീക്ഷിക്കണം എന്ന വികാരം ജനങ്ങൾക്കിടയിലില്ല. മോദിയിൽ സംതൃപ്തരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. സ്വാഭാവികമായും പിന്നീട് എന്തിന് ഒരു ഭരണമാറ്റം? ഇതാണ് സ്വാഭാവികമായും രാജ്യത്ത് ഉയർന്നു വരുന്ന ചോദ്യം. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം തെല്ലുമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഒപ്പം BJPയെ സംബന്ധിച്ച് പ്രോഗ്രസ് കാർഡ് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. 10 വർഷക്കാലം എന്ത് ചെയ്തു എന്നത് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവരുടെ സങ്കല്പ് പത്ര 2014-ലും 2019-ലും പുറത്തിറക്കിയ ഈ പ്രകടന പത്രികയിൽ എന്താണോ തങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് അക്കാര്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസം BJPക്കുണ്ട്. ഇത് കൂടാതെ അത് വികസനപരമായ വിഷയം മാത്രമല്ല, ദേശീയതയുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞത്, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്, മുത്തലാഖ് നിരോധിച്ചത്, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളെ പൂട്ടിയത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സർക്കാരിന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. സ്വാഭാവികമായും ജനങ്ങളുടെ കയ്യടി നേടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അങ്ങനെ വരുമ്പോൾ എന്തിന് ഒരു ഭരണമാറ്റം എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു. ഈ ആത്മവിശ്വാസം തന്നെയാണ് BJPയുടെ ദേശീയ നേതൃത്വത്തിനുമുള്ളത്. ദേവിക, അതുതന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കർത്തവ്യ പഥിൽ നടത്താൻ തീരുമാനമായിരിക്കുകയാണ്. ജൂൺ 9-നോ 10-നോ ആയിരിക്കും സത്യപ്രതിജ്ഞ. 8000-ലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.